എടുക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരും ഇതുവരെ കാണാത്തവരും വരൂ, നമുക്ക് ഈ വീഡിയോയിലൂടെ അതിനെ ഒന്ന് പരിചയപ്പെട്ടാലോ. കൊല്ലം ജില്ലയിലെ അഴീക്കലിന് സമീപമുള്ള TS കനാലിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന സുന്ദരമായ പ്രദേശം. കക്ക വിഭാഗത്തിൽ അത്ര സുപരിചിതമല്ലാത്ത ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓയിസ്റ്റർ, മുരി, മുരു എന്നൊക്കെയുള്ള പേരുകളിൽ ഇതറിയപ്പെടും. ഈ നാട്ടിൽ, അതായത് ഞങ്ങളുടെ നാട്ടിൽ, മുരി എന്നാണ് ഇതിനെ വിളിക്കാറ്. അപ്പോൾ നമുക്ക് മുരി എടുത്ത് നല്ല കുരുമുളകിട്ട് വരട്ടി വെച്ചാലോ. ഇത് കണ്ടോ, ഒറ്റ നോട്ടത്തിൽ പാറക്കല്ലുകൾ പോലെ തോന്നുമെങ്കിലും ഇതാണ് നമ്മൾ പറഞ്ഞ താരം, മുരി. മുരി വെട്ടിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ മുരി തട്ടി കയ്യോ കാലോ മുറിയാം. അതുകൊണ്ട് നല്ലോണം അറിയുന്ന ഒരാൾ മുരിയെടുക്കട്ടെ, പിന്നെ കുറച്ചറിയുന്ന ഒരാൾ അത് വൃത്തിയാക്കട്ടെ, പിന്നെ ഒട്ടും അറിയാത്തൊരാൾ അവിടെ നിന്ന് ഇത് വീഡിയോ എടുക്കട്ടെ എന്നാക്കി ഞങ്ങളെല്ലാവരും കൂടെ. മുരി വെട്ടിയെടുക്കാൻ വെട്ടുകത്തിയോ ചുറ്റികയോ ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെ വെട്ടിയെടുത്ത മുരി പൊട്ടിച്ച് ഇറച്ചി പുറത്തെടുക്കാനും അതിനെ ക്ലീൻ ചെയ്യാനും നല്ല ക്ഷമ വേണം. ഏകദേശം 1-2 മണിക്കൂർ കൊണ്ടുള്ള പണിയാണ് ഈ മുരിയെടുക്കൽ. ഉപ്പിൻ്റെ സാന്നിധ്യമുള്ള ജലത്തിലാണ് മുരി കാണപ്പെടുന്നത്. ഇപ്പോൾ കായലിൽ വെള്ളം പതുക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. വേലിയിറക്ക സമയത്ത് മുരിയെടുക്കാൻ ഇറങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ സൈഡിൽ കാണുന്ന മുരിയൊക്കെ വേഗം പെറുക്കിയെടുക്കാമല്ലോ. ആ സമയത്ത് മുരി വ്യക്തമായി കാണുകയും അത് വെട്ടിയെടുക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ മുരിയെടുക്കലിൻ്റെ കടമ്പ കഴിഞ്ഞു. ഇനി പാചകമാണ്. എല്ലാവർക്കും പാചകം ചെയ്യാൻ ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ പാചകം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുമുണ്ട്. വരൂ, നമുക്കിനി കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളുമായി പാചകം ചെയ്യാം. കക്ക വയ്ക്കുന്നവർക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി, കറിവേപ്പില, ബാക്കിയുള്ള പൊടികളും ചേർത്ത് തന്നെയാണ് മുരി വയ്ക്കുന്നത്. അളവ് വ്യത്യാസപ്പെടാം. മുരി കിട്ടുന്നതിനനുസരിച്ചുള്ള അളവാണ് ചേർക്കേണ്ടത്. അത് അവനവൻ്റെ യുക്തി പോലെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പാചകം എപ്പോഴും യുക്തിയാണ്. മുരി കിട്ടിയ കായലിനെ നോക്കി തന്നെ ഒരു അടുപ്പ് കൂട്ടി. കൊതുമ്പ് വെച്ച് ചൂടായ ചട്ടിയിൽ എണ്ണയൊഴിച്ചു. പുക വരുന്നുണ്ട്. ബാക്കിയുള്ള മുരികൾ കേക്ക് കടുകിട്ടു പൊട്ടിച്ചു. ഇനി അടുത്തത് നിങ്ങളാണ്. അടുത്തതായി ഗരം മസാല ഇട്ടു. അത് പൊട്ടിക്കഴിയുമ്പോൾ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കണം. സാധാരണ എല്ലാ വീടുകളിലും ചെയ്യുന്നത് തന്നെ ഇതൊക്കെ. ഇനി നമ്മുടെ സവാള ഇട്ട് നല്ലതുപോലെ വഴണ്ട് വരണം. ചട്ടിയിലേക്ക് പോകാനുള്ള ഊഴവും കാത്തിരിക്കുകയാണ് മുരി. പക്ഷേ സവാള വഴണ്ട് വന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് സവാളയിൽ അല്പം ഉപ്പുമിട്ട് അടച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തുറന്ന് നല്ലോണം ഇളക്കിയിട്ട് തക്കാളിയും ഇട്ടു. ഇനി പൊടികൾ ചേർക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കണം.
കുരുമുളകിടാൻ മറക്കല്ലേ. കാര്യം കുരുമുളകിട്ട് വരട്ടിയ മുരിയെന്നാണല്ലോ നമ്മൾ പറഞ്ഞതും. അതെല്ലാം ഇട്ട് നല്ലതുപോലെ വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ മുരി അതിനോട്ടിടാം. ജലാംശം കൂടിയ ഒരു തരം മത്സ്യവിഭവമാണ് മുരി. കണക്കും കയ്യുമൊന്നും ഇല്ലെങ്കിലും ചേരുവകളുടെ പേരുകൾ എന്തായാലും ഒന്ന് പറഞ്ഞു പോകാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചതും സവോളയും തക്കാളിയും ആണ് പ്രധാനമായും ചേർക്കുന്നത്. കൊച്ചുള്ളി വില കൂടുതലായതുകൊണ്ടാണ് കേട്ടോ സവാള ചേർത്തത്. കൊച്ചുള്ളി ചേർത്ത് വെച്ചാൽ രുചി ഗംഗേമമായിരിക്കും. പൊടികളുടെ കാര്യം പറയാനാണെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി ഇവയെല്ലാം ചേർക്കാം. അതിൻ്റെ കൂടെ പച്ച ഗരം മസാലയാണ് ഇതിന് വളരെ ഉത്തമം. പെരിഞ്ജീരകമാവട്ടെ, ഗ്രാമ്പു ആവട്ടെ, കറുവപ്പട്ടയാവട്ടെ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കക്കയേക്കാളും ജലാംശം കൂടുതലാണ് മുരിക്ക്. അതുകൊണ്ട് ടേസ്റ്റ് നല്ലോണം പിടിക്കാനും ഒത്തിരി സമയമെടുക്കും. വേവും അല്പം കൂടുതലാണ്. ഈ രീതിയിലുള്ള പാചക പ്രക്രിയയാണ് മുരിക്ക് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. വേറെ എങ്ങനെ വെച്ചാലും അത്ര രുചികരമാകാറില്ല. അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ച മുരിയിലേക്ക് കുറച്ചുകൂടി കുരുമുളക് ചേർക്കാം. അപ്പോഴാണ് കുരുമുളകിൻ്റെ സ്വാദ് മുന്നിട്ട് നിൽക്കുക. ഇതാ മുരി അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. ഭയങ്കര മണമാണ് കേട്ടോ വരുന്നത്. എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. അപ്പവും ഇടിയപ്പവും ചോറ്, ചപ്പാത്തി, പൊറോട്ട ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ഏത്തയ്ക്ക പുഴുങ്ങി വെച്ചു. ഏത്തയ്ക്ക പുഴുങ്ങി കഴിക്കുന്ന ശീലവും തെക്കൻ ജില്ലക്കാർക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കൂടുതലും വെച്ചത്. ഇതിന് ശേഷം ഞങ്ങൾ ഇടിയപ്പവും കൂട്ടി ഒരു പിടി പിടിച്ചു. അതായിരുന്നു കെങ്കേമം. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇത് കായലിൻ്റെ അടുത്ത് കിടക്കുന്നതാണല്ലോ. അപ്പോൾ കായലിൻ്റെ അടുത്തുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. അല്ലാത്തവർ വീട്ടിലോട്ട് വരൂ. നമുക്ക് ഇതൊരാഘോഷം പോലെ മുരിയെടുക്കലും മുരി വെക്കലും കഴിക്കലും എല്ലാമായിട്ട് കൊണ്ടാടാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്.